നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് എന്നുള്ള വേർഡിനെ പറ്റിയാണ്. ദാറ്റ് എന്നുള്ള വേർഡ് നമ്മൾ ചില സമയത്ത് സോയ്ക്കും വെരിക്കും പകരമായിട്ട് നമ്മൾ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ഇൻറ്റൻസിഫയർ ആയിട്ട് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇൻറ്റൻസിഫയർ എന്താണെന്ന് പറയാം. നമുക്ക് നേരെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് നോക്കാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. ആ സെൻറ്റൻസിൻ്റെ മലയാളത്തിലുള്ള ആശയം എന്തെന്ന് വെച്ചാൽ അതായത് ഇത് അത്രയ്ക്ക് മോശമല്ല എന്നൊരാശയമാണ് ആ ഒരു സെൻറ്റൻസിനുള്ളത്. നിങ്ങളെല്ലാവരും പറയാറുള്ളൊരു സെൻറ്റൻസ് ആണെന്ന് വിചാരിക്കുന്നു ഈ ഒരു സെൻറ്റൻസ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. അതായത് ഇത് അത്രയ്ക്ക് മോശമല്ല എന്നൊരു സെൻറ്റൻസ്. അപ്പോൾ അതായത് നമ്മൾ പല സിറ്റുവേഷൻസൊക്കെ കണ്ടിട്ട് നമ്മൾ പറയാറുള്ളതാണ്, അല്ലെങ്കിൽ ചില വസ്തുക്കളെ കണ്ടിട്ട് നമ്മൾ പറയാറുള്ളതാണ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്, ഇത് അത്രയ്ക്ക് മോശമല്ല എന്നൊരു സെൻറ്റൻസ്. അപ്പോൾ അവിടെ ദാറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഇൻറ്റൻസിഫയർ ആയിട്ടാണ്. അതായത് വേറൊരു വേർഡിൻ്റെ മീനിങ് ഇൻക്രീസ് ചെയ്യുകയാണ്, അത് കൂട്ടുകയാണ്, അതിനൊരു സ്ട്രെങ്ത് കൊടുക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ബാഡ് എന്നുള്ള ഒരു അഡ്ജക്റ്റീവിനെ അതിൻ്റെ ഒരു ആശയം ഒന്ന് കൂട്ടുകയാണ്. ഇത് അത്രയ്ക്ക് മോശമല്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് ചേർത്തിരിക്കുന്നത്. അതായത് സോയും വെരിയും കൊടുക്കുന്ന അതേ ഫങ്ഷനാണ് അവിടെ ദാറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാറ്റിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത്, അതായത് ദാറ്റ് എന്തിനാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഇൻറ്റൻസിഫയർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് അഡ്ജക്റ്റീവിന്, അതായത് അവിടുത്തെ അഡ്ജക്റ്റീവിന് ഒരു ആശയം കൊടുക്കാൻ വേണ്ടി, അതായത് ബാഡ് എന്നുള്ള വേർഡിൻ്റെ ആശയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ഇത് അത്രയ്ക്കും നല്ലതല്ല എന്നൊരു സെൻറ്റൻസാണ്. അവിടെയും ദാറ്റ് ഒരു ഇൻറ്റൻസിഫയർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ദാറ്റ് ഇൻറ്റൻസിഫയർ ആയിട്ട് വരുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സോയും വെരിയൊക്കെ ഇതേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻറ്റൻസിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറൊരു വേർഡിന് ആശയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോയും വെരിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ദാറ്റും വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം. ഡു ഐ നീഡ് എ കോട്ട്? എനിക്കൊരു കോട്ട് വേണോ? നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് കോൾഡ്. വേണ്ട, അതിന് അത്രയ്ക്ക് തണുപ്പില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് തണുപ്പുള്ള കാലാവസ്ഥയിൽ ഒരു സുഹൃത്ത് വേറെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ കോട്ട് ഇടണോ, കോട്ട് ഇടേണ്ട തണുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുഹൃത്ത് പറയുകയാണ് നോ, ഇറ്റ്സ് നോട്ട് ദാറ്റ് കോൾഡ്. വേണ്ട, അത്രയ്ക്ക് തണുപ്പില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അത്രയ്ക്ക് തണുപ്പില്ല എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് ചേർത്തിരിക്കുന്നത്. അതായത് കോൾഡിൻ്റെ ആശയം, അതായത് അതിനൊരു മീനിങ് കൊടുത്തിരിക്കുകയാണ്. അത്രയ്ക്ക് തണുപ്പില്ല. അതായത് ദാറ്റ് അവിടെ ഒരു ആഡ്വർബായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അഡ്ജക്റ്റീവിനൊരു ആശയം കൊടുക്കുകയാണ് ദാറ്റ് അവിടെ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിസി. ഇത് അത്രയ്ക്കും ബിസി അല്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഒരാൾ പറയുന്നൊരു കമൻറ്റാണ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിസി. ഇത് അത്രയ്ക്ക് ബിസി അല്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഇത് അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല എന്നൊരു സെൻറ്റൻസാണ്. അദ്ദേഹം വളരെ എക്സ്പെൻസീവ് ആണെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ എന്തിൻ്റെയെങ്കിലും ആയിരിക്കും, അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ അദ്ദേഹം പറയുവാണ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഇത് അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ചീപ്പ്. ഇത് അത്രയ്ക്ക് ചീപ്പല്ല എന്നൊരു സെൻറ്റൻസാണ്. ഇത് അതേപോലത്തെ ഒരു സെൻറ്റൻസാണ്. അദ്ദേഹം വളരെ ചീപ്പാണെന്ന് പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു അല്ലെങ്കിൽ പ്രോഡക്റ്റോ നോക്കിയത്, പക്ഷേ അത് അത്രയ്ക്ക് ചീപ്പല്ലായിരുന്നു, കുറച്ച് പ്രൈസ് വില കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കമൻ്റാണ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ചീപ്പ്. അത് അത്രയ്ക്ക് ചീപ്പല്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. ഈ ദാറ്റിൻ്റെ കൂടെ നമ്മളെല്ലാം നെഗറ്റീവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോട്ട് ദാറ്റ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക, എല്ലാം നെഗറ്റീവാണ്, അത് മറന്നു പോകരുത്. നെക്സ്റ്റ്, ഡു യു നീഡ് ദാറ്റ് മച്ച്. ഇതൊരു ക്വസ്റ്റ്യനാണ്. ഡു യു നീഡ് ദാറ്റ് മച്ച്? നിനക്ക് അത്രയ്ക്ക് വേണോ, നിനക്ക് ഇത്രയും വേണോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഈസ് ഇറ്റ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്? ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം ദാറ്റ് ഇത് അത്രയ്ക്ക്, അതായത് അവിടെ ആ അഡ്ജക്റ്റീവിനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ആശയം കൊടുക്കുകയാണ്. ഈസ് ഇറ്റ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്? ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? നെക്സ്റ്റ്, വൈ ഈസ് ഇറ്റ് ദാറ്റ് ബിഗ്? ഇതെന്തുകൊണ്ടാണ് ഇത്ര വലുതായത്, ഇതെന്താണ് ഇത്ര വലുതായത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, വൈ ഈസ് ഇറ്റ് ദാറ്റ് സ്മോൾ? ഇതെന്താ ഇത്രയ്ക്ക് ചെറുതായത്? നെക്സ്റ്റ്, ഷീ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് എക്സൈറ്റഡ് വെൻ ഷീ വോൺ. അവൾ ജയിച്ച പറഞ്ഞിട്ട് അവൾ അത്രയ്ക്കും എക്സൈറ്റഡ് ആയില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അത്രയ്ക്കും എക്സൈറ്റഡ് ആയില്ല എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവൾ വിജയിക്കുമ്പോൾ അവൾ എക്സൈറ്റ് ചെയ്യുമെന്നായിരുന്നു പറയുന്ന ആൾ
ആ സെൻറ്റൻസ് പറയുന്ന ആൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവൾ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയില്ല. മീൻസ് അവൾ ഓൾറെഡി അവൾക്ക് അറിയാമായിരുന്നു അവൾ വിജയിക്കുമെന്ന്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ആ പറയുന്ന ആളെപ്പറ്റി മീൻസ് അവളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഷീ ഡിഡിൻ ഗെറ്റ് ദാറ്റ് എക്സൈറ്റഡ് ദെൻ ഷീ വോൺ. അവൾ ജയിച്ചതറിഞ്ഞിട്ട് അവൾ അത്രയ്ക്കും എക്സൈറ്റഡ് ആയില്ല എന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ അത്രയ്ക്കും എക്സൈറ്റഡ് ആയില്ല എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ദേ വെയറിൻ ദാറ്റ് ഹംഗ്രി വെൻ ദേ വോക്ക് അപ്പ്. അവർ എഴുന്നേറ്റപ്പോൾ അവർക്ക് അത്രയ്ക്കും വിശപ്പില്ലായിരുന്നു എന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ അത്രയ്ക്കും വിശപ്പില്ലായിരുന്നു എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് ചേർത്തിരിക്കുന്നത്. അത്രയ്ക്കും എന്ന് നമ്മൾ മലയാളത്തിൽ പറയത്തില്ല, ആ ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ആർ യു ഗോയിങ് ടു ഹാവ് സംതിങ് ടു ഈറ്റ്? നീ എന്തെങ്കിലും കഴിക്കാൻ പോവുകയാണോ? നോ, ഐ ആം നോട്ട് ദാറ്റ് ഹംഗ്രി. എനിക്ക് അത്രയ്ക്ക് വിശപ്പില്ല എന്നൊരു സെൻറ്റൻസാണ്. എനിക്ക് അത്രയ്ക്കും വിശപ്പ് തോന്നുന്നില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ആർ യു ഗോയിങ് ടു ഗോ ടു സ്ലീപ്പ്? നീ ഉറങ്ങാൻ പോവുകയാണോ? നോ, ഐ ആം നോട്ട് ദാറ്റ് ടയേർഡ്. അല്ല, ഞാനത്ര ടയേർഡല്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ എക്സാം വാസിൻ ദാറ്റ് ഡിഫിക്കൽട്ട്. എക്സാം അത്രയ്ക്കും ഡിഫിക്കൽട്ട് അല്ലായിരുന്നു എന്നൊരു സെൻറ്റൻസാണ്. അവിടെയും ദാറ്റ് അത്രയ്ക്കും ഡിഫിക്കൽട്ട് അല്ലായിരുന്നു എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ദ റെസ്റ്റോറൻറ്റ് ഈസ് ഇൻ ദാറ്റ് ക്രൗഡ്. റെസ്റ്റോറൻറ്റ് അത്രയ്ക്ക് ക്രൗഡല്ല, തിരക്കില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ മൂവി വാസ് ഇൻ ദാറ്റ് എക്സൈറ്റിംഗ്. ദ മൂവി അത്രയ്ക്കും എക്സൈറ്റ് ചെയ്യുന്നതല്ലായിരുന്നു എന്നുള്ളൊരു സെൻറ്റൻസാണ്. എൻ്റർടൈൻമെൻറ്റ് അല്ലായിരുന്നു എന്നൊരു സെൻറ്റൻസാണ്. ദ മൂവി വാസ് ഇൻ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദ മൂവി വാസ് ഇൻ ദാറ്റ് എക്സൈറ്റിംഗ്. മൂവി അത്രയ്ക്കും എക്സൈറ്റ് ചെയ്യുന്നതായിരുന്നില്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ ട്രാഫിക് ഈസ് ഇൻ ദാറ്റ് ഹെവി റൈറ്റ് നൗ. ട്രാഫിക് ഇപ്പോൾ അത്രയ്ക്ക് തിരക്കില്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ വാട്ടർ ഈസ് ഇൻ ദാറ്റ് ഡീപ്പ് ഹിയർ. വെള്ളത്തിനിവിടെ അത്രയ്ക്ക് ആഴമില്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ വെദർ ഈസ് ഇൻ ദാറ്റ് കോൾഡ് ടുഡേ. ഇന്ന് അത്രയ്ക്ക് തണുപ്പില്ല എന്നൊരു സെൻറ്റൻസാണ്. ഇന്ന് കാലാവസ്ഥ അത്രയ്ക്ക് തണുപ്പില്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ പാർക്ക് ഈസ് ഇൻ ദാറ്റ് ക്രൗഡഡ് റൈറ്റ് നൗ. പാർക്കിലിപ്പോൾ അത്രയ്ക്ക് തിരക്കില്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദ മൂവി വാസ് ദാറ്റ് ലോങ്. മൂവി അധികം നീണ്ടില്ല എന്നൊരു സെൻറ്റൻസാണ്. നീണ്ടില്ലായിരുന്നു എന്നൊരു സെൻറ്റൻസാണ്, പാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ദാറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് നമ്മൾ ചില സമയത്ത് ഇൻറ്റൻസിഫയർ ആയിട്ട് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത്രയ്ക്കും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സോയും റിയലിയും കൊടുക്കുന്ന ആ ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദാറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.